നിങ്ങൾ ഒരു 20-45 ഏജിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇനി നിങ്ങൾ കടന്നു വരാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാതെ വരിക എന്നുള്ളത്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, മൈഗ്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിക്കോട്ടെ, അതല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിക്കോട്ടെ, അത് അല്ലെങ്കിൽ മറ്റൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിക്കോട്ടെ. എനിക്ക് പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ മനസ്സ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇതെനിക്ക് പിന്നീട് പുരോഗതി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് പക്ഷേ വെയിറ്റ് ചെയ്ത് എനിക്ക് ആ സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടാതെ വന്ന് അതിനുശേഷം ആ പ്രോസസ്സ് മറ്റൊരാൾ സക്സസ്ഫുള്ളായി നടത്തുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട് അത് മറികടക്കുക എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കേ അത് പറ്റുള്ളൂ. അത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു വന്ന ആ ഡിഫിക്കൽറ്റികളുടെ ഒക്കെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രചോദനം നിങ്ങൾക്ക് കൂടി നൽകാൻ വേണ്ടി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ഇപ്പോൾ പ്രശസ്തി ആർജിച്ച ഏതൊരാളും ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ മിസ്റ്റർ ബീസ്റ്റ്. അദ്ദേഹം തൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 2 വർഷത്തേക്ക് അദ്ദേഹത്തിന് 2000 സബ്സ്ക്രൈബർ പോലും ഇല്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് 150 മില്യന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതൊരു ഉദാഹരണം മാത്രം. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ നമ്മളിപ്പോൾ വിജയിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ തവണ ഗോൾഡ് മെഡൽ നേടിയ ആൾക്കാർ, അവരൊക്കെ തന്നെ ഒറ്റയടിക്ക് സക്സസ്സിലേക്ക് എത്തിയവരല്ല. ഓരോ ദിവസവും എണീറ്റ് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷൻ ചെയ്ത് അവരുടെ പാഷനാക്കി ആ പ്രവൃത്തിയെ മാറ്റിയെടുത്ത് സക്സസ്സിലേക്ക് എത്തിച്ചേർന്നതാണ്. അവരുടെ ആ കടന്നുപോയ കാലത്ത് അല്ലെങ്കിൽ അവർ ആ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് അവർ ചിന്തിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലേക്ക് എടുക്കുകയാണ്. ഞാൻ മൈഗ്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കറണ്ട് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ ഒപ്പിക്കുക എന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഞാൻ റെഫറൻസ് ലെറ്റർ ചോദിക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് നാളെ പോകുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ആ ലെറ്റർ ഞാൻ സബ്മിറ്റ് ചെയ്ത് അസസ് ചെയ്തതിന് ശേഷം അത് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടി, വിസ അപ്ലൈ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മളുടെ കറണ്ട് എംപ്ലോയറിനോട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ലെറ്റർ വേണം ഇമിഗ്രേഷന് വേണ്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹ്യൂമിലിയേഷൻ നിങ്ങളിൽ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവാം. സ്കിൽഡ് മൈഗ്രേഷൻ ചെയ്യാൻ പോകുന്ന പലരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. അത് ക്ലിയർ ആയിട്ട് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ ആ പ്രോസസ്സ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. ഞാൻ ആ പ്രോസസ്സ് ഡിഫിക്കൽറ്റിയോടുകൂടി തന്നെ ചെയ്തു, അത് അച്ചീവ് ചെയ്തെടുത്തു. ആദ്യം ഞാൻ എൻ്റെ മാനേജരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോസിബിൾ അല്ല. കാരണം അങ്ങനെ ഒരു റെഫറൻസ് ലെറ്റർ എഴുതുക എന്ന് പറയുന്നത് അവരുടെ കമ്പനി ഇല്ലായിരുന്നു. എൻ്റെ ഒരു കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നുകൊണ്ട് തന്നെ അവർക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ടു ഹൂംസ് എവർ മേ ഇറ്റ് കൺസേൺ, ഇന്നയാൾ ഇന്നയിടത്ത് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഇന്ന പൊസിഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളം. അതല്ല സ്കിൽ അസസ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് മറ്റൊരു ലേഔട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റാണ്. അതിൽ പറയേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി ഇതായിരുന്നു, നിങ്ങളുടെ ഡേറ്റ് ഇതായിരുന്നു, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലെറ്ററാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ലെറ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമായിട്ട് അവർ നമുക്ക് മേക്ക് ചെയ്ത് തരേണ്ടി വരും. ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഓൾമോസ്റ്റ് 3-4 മന്ത്സ് കൊണ്ട് ഞാൻ മറികടന്നു. അതിനുശേഷം ഞാനത് സബ്മിറ്റ് ചെയ്തു. അത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കുകയില്ല. നിങ്ങളോട് ഇപ്പോൾ ഞാനൊരു വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് ഓസ്ട്രേലിയയെക്കുറിച്ച് അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ മഹിമയെക്കുറിച്ച് സംസാരിക്കാനും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മറികടക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ പേടി അഥവാ ഫിയറാണ്. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് സക്സസ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു മനസ്സുകൊണ്ടുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു പേടിയാണ് നമ്മളെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ഈ ഫിയർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഈ പേടിയെ മറികടക്കാതെ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആളായിട്ട് തീരാൻ സാധിക്കില്ല. ആ പേടി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് ഒരു കണക്കിന് നല്ലതാണ്, മറ്റൊരു കണക്കിന് അത്ര നല്ലതല്ല താനും. ആ പേടിയെ മറികടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പുതിയ സംരംഭത്തിലേക്ക്, ആ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആ പേടിയെ ഭയപ്പെടാതെ അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കുക. ഏറ്റവും വേഴ്സായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ഈ കാര്യം സ്റ്റാർട്ട് ചെയ്താൽ?
എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഫിയറിനെ അക്നോളജ് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് നമുക്ക് ഫിയറിനെ അല്ലെങ്കിൽ ആ പേടിയെ മറികടക്കാൻ സാധിക്കുന്നത്? നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, മാനേജബിൾ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. എലോങ് ദ വേ നിങ്ങൾ പോകുമ്പോൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സിറ്റുവേഷനെയും സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിയറിനെ മറികടക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ്, ഒരു വർഷം മുൻപ് എൻ്റെ ചാനൽ തുടങ്ങി. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ കുറേ അധികം നാളായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു ചാനൽ തുടങ്ങുക എന്നുള്ളത്. അതിനുശേഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ? മറ്റൊരു ചിന്ത, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ എന്ത് ചിന്തിക്കും? ഒരു സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്ന് തന്നെ ഇതിനെ പറയാം. അതായത് നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്നത്, അവരവരുടെ ജീവിതത്തിൽ ആവശ്യത്തിന് മിച്ചം പ്രോബ്ലംസും ഇഷ്യൂസും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റൊരാളെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇൻക്ലൂഡിങ് മീയാണ്, നിങ്ങളാണ്, നിങ്ങളുടെ ബന്ധുക്കളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും അവരവരുടെ മിച്ചം പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഈ ഇടയ്ക്ക് സംസാരിക്കുകയുണ്ടായി കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് തിരിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ഞാൻ എന്താണ് പ്രശ്നങ്ങളെന്നൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അത് ഒക്കെ തന്നെ ടാലി ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുമ്പോൾ എല്ലാവർക്കും കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്ത് മുൻപോട്ട് പോവുക, താണ്ടി അതൊരു സക്സസിൻ്റെ സ്റ്റെപ്പാക്കി മാറ്റിയെടുക്കുക എന്ന് മാത്രമുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ആ പേടിയെ നമ്മളൊരു സക്സസിലേക്കുള്ള ഒരു സ്റ്റെപ്പാക്കി മാറ്റിയെടുക്കുക. മോട്ടിവേഷൻ. ഇനി നമുക്ക് ഇതിനുള്ള മോട്ടിവേഷനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതായത് എന്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മറ്റൊരാളുടെ ജീവിതത്തിൽ ചെറിയ ചേഞ്ച് വരുത്തിയെടുക്കാനാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ഡ്രീമിനെ ഫുൾഫില്ല് ചെയ്യാനാണോ? ആ വൈ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ, ഒരു ഡയറിയിൽ നിങ്ങളിത് എഴുതിയെടുക്കുക. ആ വൈയുടെ റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കടന്നു പോകുന്ന ആസ് യു ഗോ ത്രൂ ദ പ്രോസസ്സ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകുമ്പോൾ ആ വൈയുടെ ലിസ്റ്റിനെ എടുത്ത് ഒന്നുകൂടി ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഇതാണ് ഞാൻ ഇത് തുടങ്ങിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക. പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ആ ടഫ്നെസ് ഒക്കെ തന്നെ മറികടന്ന് അതിൽ മുൻപിലേക്ക് കയറാൻ എനിക്ക് സാധിക്കുമെന്നുള്ളത് ആ ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ തീർച്ചയായും ജേർണലിംഗ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ നമ്മളുടെ ആ ഓൺ ദ വേ പ്രോസസ്സിൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ. ഞാൻ എൻ്റെ കാര്യം വീണ്ടും എടുക്കുകയാണ് ഈ മോട്ടിവേഷനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ഞാൻ ദുബായിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട്. ഓക്കെ, ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിനും ശേഷം 3 മാസത്തിന് ശേഷം മറ്റൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജോയിൻ ചെയ്തു, എൻ്റെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യക്കാരായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു മാനേജറുണ്ട്, ആ മാനേജറിലേക്കായിരുന്നു. ആ മാനേജർ ഒരു ഡൽഹിക്കാരനായിരുന്നു. അദ്ദേഹം ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ ഹിന്ദി സംസാരിക്കും, പക്ഷേ എൻ്റെ ഹിന്ദി എന്ന് പറയുന്നത് പ്രൊഫഷ്യൻ്റ് അല്ല. എന്നാൽ എനിക്ക് 3 മാസം ശേഷം ജോയിൻ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ആ മറ്റേ സുഹൃത്തിൻ്റെ ഹിന്ദി എന്ന് പറയുന്നത് പ്രൊഫഷ്യൻ്റ് ആണ്. ഇവർ സംസാരിക്കുന്നത്, നമ്മൾ മലയാളികൾ, എൻ്റെ മാനേജർ മലയാളി ആയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെ ആയിരുന്നു സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അതായത് ഞാൻ കുറച്ചുകൂടി ഇൻഫീരിയർ ആണെന്ന്, ഒരുപക്ഷെ എൻ്റെ ഇൻഫീരിയോറിറ്റി ആയിരുന്നു അവിടെ വർക്ക് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനി ഹാവ്, അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ഓരോ വർഷവും ഉണ്ടാകുന്ന ഒരു ഇൻക്രിമെൻ്റ് ഉണ്ട്, നമ്മുടെ സാലറി ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ശേഷം 3 മാസം കഴിഞ്ഞ് വന്ന ആ സുഹൃത്തിന് ഓൾമോസ്റ്റ് 2000 ദിർഹം എക്സ്ട്രാ കൊടുത്തു ആ ഇയർലി ഇൻക്രിമെൻറ്റിൽ. എനിക്ക് 3000 ദിർഹം ഇൻക്രിമെൻറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് 5000 ദിർഹമാണ് ഇൻക്രിമെൻറ്റ് കിട്ടുന്നത്. എനിക്ക് ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ 2 രീതിയിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഞാൻ അണ്ടർ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വർക്ക് നല്ലതല്ലാത്തത് കൊണ്ട്. മറ്റൊന്ന്, ഇവർ രണ്ടുപേരും നല്ലപോലെ അറിയാവുന്ന അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആ സുഹൃത്തിന് കൊടുത്തു എന്നുള്ള 2 പെർസ്പെക്റ്റീവിൽ. ഈ സിറ്റുവേഷന് ശേഷം ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലെറ്ററുമായിട്ട് എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനാണ്. ആ മാനേജറിൻ്റെ മുൻപിലിരുന്ന് ഞാൻ എൻ്റെ കണ്ണുനീര് വന്നു. എനിക്ക് ശരിക്കും ഞാൻ കരഞ്ഞു. ഞാൻ ഓഫീസിലിരുന്ന് കരഞ്ഞ സിറ്റുവേഷൻസ് ഒരേ ഒരു സിറ്റുവേഷൻ അതായിരുന്നു. അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ
എൻ്റെ ആ ഒരു ബലഹീനത കൊണ്ട് ആണോയെന്ന് എനിക്കറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ ഓഫീസിലുള്ള ഒരു ചെറിയ ഓഫീസ്, അവിടെ ഒരു 40 പേരെങ്കിലും ഉണ്ട്. ആ 40 പേരും ഇരിക്കുന്ന ആ ഓപ്പൺ ആയിട്ടുള്ള ഓഫീസിൽ എൻ്റെ മാനേജർ മുൻപിലിരുന്ന് ഒരു 5-10 മിനിറ്റ് ഞാൻ ലിറ്ററലി കരഞ്ഞു. ആ കരഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് ഓഫീസിൽ വരാനും ഒക്കെ ഡിഫിക്കൽട്ടി ആയിരുന്നു. കാരണം എല്ലാവരും കണ്ടെന്ന് എനിക്ക് ഓക്കെ, ഇന്ന് ഇദ്ദേഹം ആ സുഹൃത്തിന് കൂടുതൽ കൊടുത്തു, പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് എത്തും. അതിനുശേഷം ഇവർ എന്നെ വിളിക്കുമായിരിക്കും ഒരു പക്ഷേ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ, കാരണം ഓസ്ട്രേലിയ ദുബായെ കഴിഞ്ഞും ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് എനിക്ക് ധാരണയുണ്ട്. ജീവിത എക്സ്പീരിയൻസും ഒക്കെ തന്നെ ബെറ്റർ ആണെന്ന് എനിക്കറിയാം. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി ഞാൻ IELTS പഠിക്കും, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി. പിന്നീട് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം 2.5-3 വർഷത്തിന് ശേഷം ഈ പറഞ്ഞ സുഹൃത്ത് UK പോയി അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ മാനേജർ സ്റ്റിൽ ദുബായിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി അവിടുന്ന് പോയി സൗദി അറേബ്യയ്ക്ക് പോയി. സൗദി അറേബ്യയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഒരിക്കൽ വിളിക്കുകയുണ്ടായി. വിളിച്ചതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് വിളിക്കുന്നത്. അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ ജോസി എന്നാണ്ട് വിശേഷം, സുഖമാണ്? ഞാൻ പറഞ്ഞു സുഖമാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ടിരിക്കുന്നു. അവിടെ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്തത്, എനിക്കും ചെയ്യാൻ പറ്റുമോ, അതായത് മാനേജറിനും ചെയ്യാൻ പറ്റുമോ, ഈ പ്രോസസ്സ് ഈസി ആണോ, എങ്ങനെയാണ് അത് ചെയ്തത്, അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് ഒരുപക്ഷെ അദ്ദേഹത്തിനോടുള്ള ദേഷ്യം പിന്നീട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലുള്ള ഓരോരുത്തരും നാളെ മറ്റൊരു പൊസിഷനിൽ, ഹയർ പൊസിഷനിൽ എത്തിച്ചേർന്നു വരാം. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും മാന്യമായിട്ട് പെരുമാറുക, നമ്മൾക്കുണ്ടാകുന്ന സിറ്റുവേഷനിൽ നിന്നും മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ക്രിയേറ്റിംഗ് എ പ്ലാൻ. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഓക്കെ, മോട്ടിവേഷൻ കിട്ടി, എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു, ഇനി ഇതിനെക്കുറിച്ചൊരു പ്ലാൻ ഇടണം. എൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചു, ഞാനതൊരു പ്ലാൻ ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പ്ലാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ജോലിക്ക് ഞാൻ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6:30, 5:30, 6 മണിയാവാതെ ഞാൻ വീട്ടിലെത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് എനിക്ക് പഠിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കമ്പ്യൂട്ടർ ആക്സസ് ഉണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമായിരുന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു PT എക്സാമിന്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, ഞാൻ നല്ലപോലെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് എക്സാം പാസ്സായി ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ജോലിക്ക് 8 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 4:30 സമയമാകുമ്പോൾ എണീക്കും. അതിനുശേഷം എനിക്ക് ചെയ്യാനുള്ള എക്സസൈസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ചെയ്യുമായിരുന്നു. അതിനും ശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കുറേ അധികം നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു PT എക്സാമിന് വേണ്ടി. ഇതിൻ്റെ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി, അവരോടുള്ള ആ വാശിയിൽ നിന്ന് കിട്ടിയ മോട്ടിവേഷൻ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെ എണീറ്റിരുന്ന് പഠിച്ച് അതിനുശേഷം ജോലിക്ക് പോയി. പിന്നീട് എനിക്ക് കാശുണ്ടാക്കണം. എക്സാം പാസ്സായതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പുകൾക്ക് ഞാൻ ഇതേപോലെ തന്നെ പ്ലാൻ ഇട്ടു. അതായത് എനിക്ക് എൻ്റെ PT എക്സാം ഉണ്ടായിരുന്ന അറിവ് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു. അതിൽ നിന്നും ഞാൻ ട്യൂഷൻ ഫീസായിട്ട് കുറച്ച് $, വാങ്ങി. അങ്ങനെ ആ പ്രോസസ്സിനുള്ള കാശുണ്ടാക്കി. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് ശേഷം ആ പ്ലാൻ ചെയ്തൊക്കെ സക്സസ് ആയി മാറിയതുകൊണ്ടാണ് എനിക്കിന്ന് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് എന്ത് കാര്യമായിക്കോട്ടെ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പം വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പ്ലാൻ ചെയ്യുക. അത് ലോങ് ടൈം ആയിട്ട് പ്ലാൻ ചെയ്യുക. ഇന്ന് എക്സാം എഴുതുക, നാളെ അസസ് ചെയ്യുക, അതിനുള്ള പണം ഉണ്ടാക്കുക, അതിനുശേഷം PR-ന് അപ്ലൈ ചെയ്യുക, ഓസ്ട്രേലിയ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അങ്ങനെ നിങ്ങൾ ലോങ് ടൈം ആയിട്ട് ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം എന്ത് കാര്യവും തീരുമാനിക്കുക. ആക്ഷൻ. സോ ഈ പ്ലാനുകൾ ഒക്കെ ഉണ്ടെങ്കിലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലാനിനെ. ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഹൈലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യാൻ സിമ്പിളായിട്ട് റെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. പക്ഷേ ആ പ്ലാനിനനുസരിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. അതൊരിക്കലും ഉണ്ടാവില്ല. ഇന്നാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് ആ പെർഫെക്റ്റ് മൊമെൻ്റ് എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുക ആ പ്രോസസ്സ്. അതിനുശേഷം എൻ്റെ ഉദാഹരണത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു, എക്സാമിന് റിസൾട്ട് ഞാൻ നേടി, PT എക്സാം എഴുതി, വീണ്ടും എഴുതി, ഞാനത് നേടി. അതിനുശേഷം എൻ്റെ എക്സാം എഴുതി അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 65 ആയിരുന്നു. അപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ സ്കിൽ മൈഗ്രേഷന് വേണ്ടി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടു. അപ്പോൾ ഒബ്വിയസ്ലി ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് 70 ആയി. അപ്പോൾ അവിടെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ സ്റ്റിൽ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലല്ല. ഞാൻ നിങ്ങൾക്ക് ഈ അഡ്വൈസ് തരാനും റെഡി ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് ആ തോൽവിയിൽ നിന്ന് ഞാൻ വീണ്ടും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും പോയിൻ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് എക്സാം വീണ്ടും എഴുതി, പിന്നെയും സ്കോർ ഹൈ ചെയ്തു. അപ്പോൾ ഒരു 10 പോയിൻ്റ് കിട്ടി. അതിനും ശേഷം എനിക്ക് പിന്നെയും പോയിൻ്റ് കൂട്ടണമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിന് ഓസ്ട്രേലിയയിലേക്ക് ചെറിയൊരു ഷോർട്ട് കോഴ്സ് ചെയ്തു. അപ്പോൾ വീണ്ടും എനിക്കൊരു 5 പോയിൻറ്റ്സ് കിട്ടി. അങ്ങനെ അതിന് ശേഷം എനിക്ക് നാറ്റി എക്സാം എഴുതേണ്ടി വന്നു. അപ്പോൾ
ഞാൻ പോയിൻ്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരുന്നു എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ. അതിനുശേഷം എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി, ഞാൻ വിസ അപ്ലൈ ചെയ്തു, ഓസ്ട്രേലിയ എത്തിച്ചേർന്നു. ഓക്കെ, ഓൾ സക്സസ്. ഓസ്ട്രേലിയയാണ് ഈ ലോകത്തിലെ ബെസ്റ്റ് കൺട്രി എന്നൊന്നും ഞാൻ പറയില്ല. മറ്റുള്ള രാജ്യങ്ങളുണ്ടാവാം. ഞാൻ പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള രാജ്യങ്ങളിൽ നല്ലൊരു രാജ്യമാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, ഫാമിലിക്ക് ഒക്കെ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞാനൊരു സക്സസ്സിൽ, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ, എൻ്റെ ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് മൈഗ്രേഷൻ ചെയ്ത് ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അതെനിക്ക് എത്തിച്ചേരാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തുകയുള്ളൂ. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ നിന്ന് നല്ലൊരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കട്ടെ. അത് എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മറ്റേതൊരു കാര്യവുമായിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്യുക, നന്നായിട്ട് പ്ലാൻ ചെയ്യുക, അതിനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ സക്സസ്സിൽ എത്തിച്ചേരുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രചോദനം കിട്ടിയെങ്കിൽ, നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കുക. കാരണം അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത് വളരെ അധികം ഹൈ ആണ്. കാരണം എൻ്റെ വീഡിയോയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസിനെ ഞാൻ സക്സസ് ആയിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് 5 സബ്സ്ക്രൈബറും 10 സബ്സ്ക്രൈബറും ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, 25 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 50 സബ്സ്ക്രൈബർ ഒരു വർഷം കൊണ്ട് ആയാൽ മതി എന്നൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബർ ആയാൽ മതി എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് എനിക്ക് 5000 സബ്സ്ക്രൈബർ എത്താൻ സാധിച്ചു. അതൊന്നും ഒരു അച്ചീവ്മെൻറ്റ് ഒന്നുമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത്, പ്ലാൻ ചെയ്ത്, വെൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു. അതുപോലെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോസസ്സ് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യം വരാൻ പോകുന്ന ഡിഫിക്കൽട്ടി എന്താണെന്നറിയാമോ? അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളെ ക്രൂസിഫൈ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളെ വീക്ഷിക്കും. ആ പ്രോസസ്സിനെ വീക്ഷിച്ച് നിങ്ങളോട് പറയും, നിങ്ങളിതല്ല ചെയ്യേണ്ടത്, നിങ്ങൾ മറ്റൊന്നാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തത് ഫണ്ണിയാണ്. എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസിൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം ഒരു 90% ആൾക്കാരും എന്നോട് പറഞ്ഞു, ഓക്കെ, നല്ല കാര്യം, പുതിയൊരു ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, പുതിയൊരു ചാനൽ തുടങ്ങുന്നത് വളരെ നല്ല കാര്യം. പക്ഷേ അതിൽ ബാക്കിയുള്ള 10%-ൽ 1-2 പേര് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഒരാൾ സ്പെസിഫിക്കലി ഞാൻ പറയുന്നില്ല ആരാന്ന്, അദ്ദേഹത്തിന് അറിയാം, എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ വീഡിയോ കണ്ടിട്ട് ഇരുന്ന് രാവിലെ വരെ ചിരിക്കുകയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മളോട് വന്ന ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമ്മളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നത് കോമഡിക്ക് വേണ്ടിയല്ല, നിങ്ങൾ ഇൻഫർമേഷൻ തരിക, അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻമെൻറ്റ് ആക്കുക. ഞാൻ ആദ്യം വ്ളോഗായിരുന്നു തുടങ്ങി, അതിനുശേഷം എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു, ഞാൻ വീണ്ടും വ്ളോഗ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, പക്ഷേ അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞത്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എൻ്റെ വീഡിയോ കണ്ടിട്ട് രാവിലെ വരെ ഇരുന്ന് ചിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇൻഫർമേറ്റീവായിട്ട് ചെയ്ത വീഡിയോ അവർ കണ്ടിട്ട് ചിരിച്ചു എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദം, അന്നും എൻ്റെ മുൻപിൽ ഈ കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നു, എൻ്റെ മാനേജർ പിന്നീട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സക്സസ് എന്ന് പറയുന്നത് പിന്നീടാണ്. പലരും പല കാര്യങ്ങളും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ പറയും, അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല, നിങ്ങൾ അതിൽ നിന്നും നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോവുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ഷെയർ ചെയ്തൊക്കെ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.